അത് ഞാൻ ഉറപ്പിച്ചങ്ങ് പറയാം. വരട്ടെ 100 പുതിയ ഗ്രാമീണ തിയേറ്ററുകൾ തീരുമാനിച്ചു. 20 തിയേറ്ററിൻ്റെ പണി ആരംഭിച്ചു. പഴയ തിയേറ്ററുകൾ ചിറ്റൂരടക്കം നമ്മൾ നവീകരിച്ചു. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇന്ത്യ രാജ്യത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. മഹാനായ സത്യന്റെ പേരിൽ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചലച്ചിത്ര അക്കാദമി സ്ഥാപനം തിരുവനന്തപുരത്ത് രൂപം കൊള്ളുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വരെയുള്ള സാംബശിവൻ വരെയുള്ള ഇവിടെ കണ്ടില്ലേ, VTVന്റെ പേരിൽ നിങ്ങൾ കണ്ടോ? 68 കോടി രൂപ ചെലവിലാണ്. എവിടെ? പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കൊല്ലത്ത്, സുബ്രഹ്മണ്യ തിരുവമ്പിന്റെ പേരിൽ കാസർഗോഡ്. ഇത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ് സാംസ്കാരിക സിനിമാ മേഖലയിലെ ഈ ഇടപെടൽ നടത്തിയ ഒരു ഗവൺമെന്റിനെ ഇതിലെന്തോ പൂഴ്ത്തി വെച്ച് പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കുന്നത് പൂഴ്ത്തി വെച്ചു എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല എന്ന് സർക്കാർ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ 4.5 വർഷത്തിനിടയിൽ ഇത് പരിഗണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം, അതായത് ഞാൻ പറഞ്ഞത് ആദ്യം ശ്രദ്ധിച്ചേയില്ല. സാധാരണ നിങ്ങൾ സാധാരണ ആൾക്കാരോട് ചോദിക്കുന്ന ക്രിമിനൽ പ്രവർത്തനമാണല്ലോ, അതിനൊരു പരിഹാരം കൂടി. അത് ഒന്നാമത് ഞാൻ പറയുന്നതും കൂടി കേൾക്കണം. നിങ്ങൾ പല രൂപത്തിലും ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് പല രൂപത്തിലും ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചയിൽ പങ്കെടുത്തില്ല. കാരണം ഇതുമായിട്ട് ഒരു പരിചയമോ ബന്ധമോ ഇല്ലാത്ത ആൾക്കാരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പറയാം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെയൊക്കെ വിളിച്ചത്. ഇപ്പൊ ചോദിച്ചു 4 വർഷം, പിന്നെ ചോദിക്കരുത്. ഇതാണല്ലോ ചോദ്യം. 4 വർഷത്തിൻ്റെത് ഞാൻ പറഞ്ഞു 2017 കമ്മിറ്റിയെ വെച്ചത്. 2019 റിപ്പോർട്ട് കിട്ടുന്നത്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് കോവിഡ് വരുന്നത്. 2020 21 എന്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീടുള്ള തുടർ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതിന്റെ ഭാഗമായിട്ട് വന്ന പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത, പുറത്തുവിടാൻ പാടില്ല എന്ന് കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വരുന്നത്. അപ്പോ അതെങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിലാണ് വിവരാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് വിവരാവകാശ കമ്മീഷൻ ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നത്. ഉടനെ പൊതു താല്പര്യ ഹർജിയും വന്നു. അതിന്റെ ഭാഗമായിട്ട് എടുത്ത സമയമാണ്. അല്ലാതെ ഗവൺമെന്റ് യാതൊരു പൂഴ്ത്തിവെക്കേണ്ട പരിപാടി ഇതിലില്ലല്ലോ. അങ്ങനത്തെ യാതൊന്നും ഇല്ലല്ലോ. ശരി, ഈ ഒരു മേഖല, സിനിമാ മേഖല സംരക്ഷിക്കേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ അവിടെ നേരിടുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മോണിറ്ററിംഗ് ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പ്രശ്നം. അത് കറക്റ്റ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഇതില് ഒരു കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട്, കംപ്ലൈന്റ് ICC. അതാദ്യം വളരെ ദുർബലമായിരുന്നു. മാത്രമല്ല സുപ്രീം കോടതിൻ്റെ ഒരു വിധി ഉണ്ടായി. ജോലി സ്ഥലത്ത്, അതാണായാലും പെണ്ണായാലും, ഫുൾ പ്രൊട്ടക്ഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കണമെന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി തൊഴിൽ സ്ഥാപനങ്ങളിൽ ICC നിർബന്ധമായി. പക്ഷെ സിനിമാ മേഖലയിൽ എന്താ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ തൊഴിലിടങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നീട് വ്യക്തത വരുത്തിയെന്ന് മാത്രമല്ല, ഇനി ഒരു പടം എടുക്കുന്ന സമയത്ത് ആദ്യം ICC രൂപീകരിച്ചതിന് ശേഷം മാത്രമേ പടം ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് പുറത്തുള്ള ഒരാളാണ്. ബാക്കിയുള്ള ആൾക്കാർ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇന്ന് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം എല്ലാ സ്ഥലത്തും സജീവമായി. ഏതെങ്കിലും സ്ഥലത്ത് അതില്ലെങ്കിൽ ഒരൊറ്റ പടവും എടുക്കാൻ സാധിക്കില്ല. ഏതൊരാൾക്കും പരാതി കൊടുക്കാം. നമ്പർ 1. ഇനി ഉണ്ടാകുന്ന ഒരു പ്രശ്നം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ്. അതിൽ സിവിലായും ക്രിമിനലായും ഇടപെടേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട അടൂർ ആദ്യം നൽകിയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി, അല്ലെങ്കിൽ ഇവർ പറയുന്ന റെഗുലേറ്ററി, ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ റെഗുലേറ്ററി ട്രിബ്യൂണൽ, രണ്ടായാലും സിവിൽ നേച്ചർ ഓഫ് കേസാണത്. അതിലേതാണ് വേണ്ടത് എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കണം. പക്ഷേ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ സ്പെസിഫിക്കായി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ ജനറലായി പറയുന്നതിനപ്പുറം സ്പെസിഫിക്കായി ഇല്ലാത്തിടത്തോളം കാലം ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ആൾക്കാരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ എടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം.
കാരണം അതെടുക്കാൻ പറ്റും. എങ്ങനെ? മൊഴി പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെതിരായിട്ടാണോ പറഞ്ഞിരുന്നത് അത് വെളിപ്പെടുത്താൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം. അത് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കമ്മീഷൻ തന്നെ പറഞ്ഞു, കമ്മീഷൻ തന്നെ ഉറപ്പ് കൊടുത്തു. ആ ഒരു പരിമിതി ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ ഏത് ചോദ്യത്തെ ഞാൻ ഉത്തരം പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു. കേസിലാണെങ്കിലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് നൽകുന്ന മൊഴികളൊന്നും സാധാരണ പ്രസിദ്ധീകരിക്കാറുണ്ട്. പക്ഷെ കേസെടുക്കും, അന്വേഷണം നടക്കും. അത് അതിന്റെ രഹസ്യ സ്വഭാവത്തിൽ തന്നെ കേൾക്കുമോ? ഞാനും ഈ നിയമവകുപ്പും കൂടി കൈകാര്യം ചെയ്ത ഒരാളാണ്. നടപടി എടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സംഭവത്തിൽ മാത്രം എന്താ അത് കഴിയാതെ വരുന്നത്? മാത്രമല്ല, ആരാണെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെടുന്ന അറിഞ്ഞാൽ അത് പോലീസിനോ മറ്റോ പരാതി നൽകി അത് വലിയൊരു കുറ്റമായിട്ട് കണക്കാക്കുന്ന ഒരു നാട്ടിൽ കുട്ടിയെ ഇത് നല്ല വിശ്വാസത്തിലാണ് നമ്മൾ പറയുന്നത്. അത് കറക്റ്റാണ്. സുവോ മോട്ടോ ഗവൺമെന്റ് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് FIR രജിസ്റ്റർ ചെയ്യണം. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. സുവോ മോട്ടോ ഒരു കേസ് എടുക്കുന്നു, ഒരു കോഗ്നൈസൻസ് എടുക്കുന്നു. FIR ഇടുന്ന സമയത്ത് കംപ്ലൈന്റ് ഉണ്ടാകണം. വേഗിൽ ആകാശത്ത് നിന്നുകൊണ്ട് നമുക്ക് FIR ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു വഴിയുണ്ട്. ഇപ്പം ഇതുവരെ ആരും പറഞ്ഞതല്ല. ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന മൊഴിയുണ്ടല്ലോ, ഒളിച്ചു വെച്ചിരിക്കുന്ന റെക്കോർഡുണ്ടല്ലോ, അത് പ്രസിദ്ധീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയട്ടെ. കോടതി പറയാത്തിടത്തോളം കാലം, കമ്മീഷൻ പറയാത്തിടത്തോളം കാലം ഗവൺമെന്റിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെന്റിന്റെ മുമ്പിൽ ഒന്നുമില്ല. ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ റിപ്പോർട്ടിന്റെ രക്ത ചുരുക്കം മാത്രമേ ഉള്ളൂ. ഈ റിപ്പോർട്ടിലേക്ക് എത്തിച്ച മൊഴികളോ രേഖകളോ ഗവൺമെന്റിന്റെ മുമ്പിലില്ല. അതുമാത്രമല്ല, അത് പ്രസിദ്ധീകരിക്കില്ല, സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്നുള്ളത് അവരുറപ്പ് കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങൾ തരുന്ന മൊഴി ഒരു രൂപത്തിലും പുറത്ത് പറയാൻ പാടില്ല എന്ന് മൊഴി കൊടുത്ത ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പരിമിതി. അതാണ് ഞാൻ പറഞ്ഞത്. ആ പരിമിതി പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു പൊതു താല്പര്യം അരിച്ചു കൊടുക്കുക. ഇതും കൂടിയും പുറത്ത് കൊണ്ടുവരണം. എന്നാലല്ലേ കേസെടുക്കാൻ പറ്റില്ല. അത് പിന്നെ വെറുതെ നമുക്ക് കേസെടുക്കാൻ പറ്റില്ല. അതെ, കറക്റ്റാണ്. സാധാരണക്കാരൻ ലേമാൻ ചോദിക്കുന്ന പോലെ നമ്മൾ ചോദിക്കരുതല്ലോ. ഇപ്പോ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ഒരു പൊതു റിപ്പോർട്ടാണ്. ആ പൊതു റിപ്പോർട്ടിൽ ഇന്ന പ്രശ്നങ്ങൾ ഈ മേഖലയെ അലങ്കോലപ്പെടുത്തുന്നുണ്ട്. കറക്റ്റ്. അത് തുടരാതിരിക്കുന്നതിനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. അതും കറക്റ്റ്. പക്ഷെ ഈ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഗ്രീവ്ഡ് ആയിട്ടുള്ള ഒരാളുടെ പരാതി ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ കോഗ്നൈസൻസ് എടുക്കാൻ പറ്റും? അതാണ് പ്രശ്നം. ആരുടെ മൊഴി? ആരുടെ? നമ്മളെ മുമ്പിലില്ലല്ലോ. ഇതിൻ്റെ അകത്തുണ്ടെന്നല്ല പറയുന്ന മൊഴി. ആരുടെ പേര്? റിപ്പോർട്ടിൽ ആളുടെ പേരില്ല. അതാദ്യം മനസ്സിലാക്കൂ നിങ്ങൾ. മൊഴിയുടെ ഉള്ളടക്കം എന്താണോ ആ ഉള്ളടക്കമുണ്ട്. ആര് പറഞ്ഞു, ആർക്കെതിരായിട്ട് പറഞ്ഞു, അതില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതില്ല എന്നുള്ളതാണ് ഇതിന് കിട്ടിയിട്ടുള്ള ഒരു ഗുണവും ഇതിന് കിട്ടിയിട്ടുള്ള ഒരു കോട്ടവും. നേട്ടം എന്താ? കംപ്ലീറ്റ് പ്രവണതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് സഹായിച്ചു. പരിമിതി എന്താ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഗ്നൈസൻസ് എടുക്കാൻ കോൺക്രീറ്റ് ആയിട്ടുള്ള ആൾക്കാർ നിയമത്തിന്റെ മുമ്പിലില്ല. ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് ഗവൺമെന്റ് നോക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചത്. അത് കറക്റ്റാണ്. പക്ഷെ ആദ്യം തന്നെ കമ്മീഷൻ ഉറപ്പ് കൊടുക്കുകയാണ് ഇവർക്ക്. കാരണം ഞങ്ങൾക്ക് ഈ പ്രവണതകളാണ് മനസ്സിലാകേണ്ടത്. അത് പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് ഞങ്ങൾ നിർദ്ദേശിക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞുപോയ സംഭവത്തെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്കെതിരായി കേസെടുക്കലല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർഭയമായിട്ട് കമ്മീഷന്റെ മുമ്പാകെ മൊഴി നൽകാം. ഞങ്ങളത് രേഖപ്പെടുത്തും. പക്ഷേ മൊഴിയുടെ ഉള്ളടക്കവും പറഞ്ഞ ആൾക്കാരുടെ പേരും ഞങ്ങൾ പറയില്ല. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയും. അതിൽ പേരേ പറയില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് നിർഭയമായിട്ട് ഇവരിത് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. 400ഓളം പേജ് വരുന്ന മൊഴികളും രേഖകളും ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്, ഗവൺമെന്റിന്റെ കയ്യിലില്ല. മനസ്സിലായിക്കോളൂ. അത് പ്രസിദ്ധീകരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അതില്ലാത്തിടത്തോളം കാലം കമ്മീഷനും ഇടപെടാൻ പറ്റില്ല, ഗവൺമെന്റിന് ഇടപെടാൻ പറ്റില്ല. സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അങ്ങ് അത് കണ്ടിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴാണ് പുറത്തേക്ക് വന്നത്. അതെ, ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഇത് എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരമുള്ളതല്ല. ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ടു പ്ലേസ് ബിഫോർ ദി അസംബ്ലി. അസംബ്ലിന്റെ മുമ്പാകെ വെക്കേണ്ടതില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം, പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് മാൻഡേറ്ററി ആയിരുന്നില്ല. എങ്കിൽ പോലും ഇതിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന അതിക്രൂരമായിട്ടുള്ള പീഡനം മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള മെഷീനറി നമ്പർ 1. നമ്പർ 2, ഈ വ്യവസായം നേരിടുന്ന പ്രതിസന്ധി, വ്യവസായം വേണമല്ലോ പ്രതിസന്ധി പരിഹരിക്കുക. ഇതാണ് ഗവൺമെന്റിന്റെ മുമ്പിലുള്ളത്. ഇനിയിപ്പം
ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ഇടപെടണം. അതേ സമയത്ത് മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് കോഗ്നിസൻസ് എടുക്കണമെങ്കിൽ ബിഫോർ ദി ഗവൺമെന്റ് ആർക്കെതിരെയും വ്യക്തിപരമായ പരാമർശങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും മുൻ സാംസ്കാരിക മന്ത്രി AK ബാലനും എല്ലാം ആവർത്തിച്ച് പറയുന്നത്. പിന്നെ എന്താണ് ഈ പുറത്ത് വിടാതിരുന്ന ഭാഗങ്ങൾ എന്നുള്ളത് കൂടി വിശദീകരിച്ചാൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുമായിരുന്നു. വ്യക്തിപരമായ പരാമർശങ്ങളും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു പോകുന്നതും പേരുകളടക്കം എടുത്തു പറയുന്നതുമായ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് പബ്ലിഷ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം പേജുകൾ മാറ്റിവെച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നത്. ആർക്കെതിരെയും വ്യക്തിപരമായ പരാമർശങ്ങളില്ല എങ്കിൽ പിന്നെ എന്താണ് സ്വകാര്യതയെ ബാധിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ഹേമ കമ്മിറ്റി തന്നെ കത്തയച്ചു സർക്കാരിന് എന്നാണ് പറയുന്നത്. ഒരു കമ്മീഷനെ നിയോഗിച്ച് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് എന്തു ചെയ്യണമെന്നത് ആ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണോ സർക്കാരിന്റെ വിവേചനാധികാര പ്രകാരമാണോ വിവേചന ബുദ്ധി അനുസരിച്ചാണോ നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം.